വീടിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത് ഏകദേശം 2 പേരാണ് എന്ന വിവരം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പ്രദേശത്തെ മറ്റ് വീടുകളിൽ എങ്ങനെയാണ് അവസ്ഥ എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇരുട്ടാണ് എന്നുള്ളതും അപ്രതീക്ഷിതമായിട്ടുള്ള മണ്ണിടിച്ചിലിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് മണ്ണിനടിയിൽ പെട്ടിട്ടുള്ളത് എന്നതിനെ കുറിച്ചും കൃത്യമായ ഒരു ധാരണയില്ലാത്തതാണ്. 50-ലേറെ കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെയാണ് ഈ അപകടം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല 22 പേരാണ് ക്യാമ്പിലേക്ക് മാറിയിട്ടുള്ളത്. അതിൽ 28 പുരുഷന്മാരും 20 സ്ത്രീകളും 8 കുട്ടികളും ക്യാമ്പിലേക്ക് മാറിയതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബന്ധു വീടുകളിലേക്ക് മാറിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ആരൊക്കെ മാറാതെ ഇരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇതുവരെ പൂർണ്ണമായും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്യാമ്പിലേക്ക് മാറിയവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനിടയിലാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി എന്നൊരു വിവരം എത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നവരും ക്യാമ്പിലേക്ക് പൊടുന്നനെ മാറിയവരും എല്ലാം ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടിയെത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ വീട്ടിൽ നിന്ന് കരച്ചിലും മറ്റും കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. വീട് നമുക്ക് അങ്ങനത്തെ കൂടുതൽ വിവരങ്ങൾ നമുക്കൊരു പൊതുപ്രവർത്തകൻ ഷാജി ഉണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഷാജി, ആദ്യഘട്ടത്തിൽ 24-ന് ലഭിച്ച വിവരം അനുസരിച്ച് അവിടെ ഈ വീടിനകത്തുള്ളവർ കരയുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. നിലവിൽ ഈ 2 പേർ ഈ വീടിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നു എന്നുള്ള വിവരം തന്നെയാണോ അങ്ങേയും സ്ഥിരീകരിക്കുന്നത്? 2 പേരും മണ്ണിന്റെ അടിയിൽ ഇപ്പോൾ കിടക്കുവാണ്. അവരെ വേണ്ടി തെരച്ചിൽ നടക്കുന്നു. എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ട് എല്ലാവരും, പോലീസും അതുപോലെ മെഡിക്കൽ സംഘവും എല്ലാം നമ്മുടെ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മണ്ണ് മാറ്റാൻ വേണ്ടി JCB, ഇറ്റാച്ചി എല്ലാം തന്നെ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ 2 പേര് ഇപ്പോൾ മണ്ണിന്റെ അടിയിൽ കുടുങ്ങി കിടക്കുവാണ് നിലവിലുള്ള സാഹചര്യം. വീട് പൂർണ്ണമായും മണ്ണ് മൂടിയ അവസ്ഥയിലാണോ? തീർച്ചയായിട്ടും മണ്ണ് പൂർണ്ണമായും മണ്ണിന്റെ അടിയിലാണ് വീട് ഇരിക്കുന്നത്. എന്നാൽ വിളിച്ചപ്പോൾ വിളികൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ 2 പേരെ സംബന്ധിച്ചാണ് അവർ പ്രതികരിക്കുന്നുണ്ടെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? യെസ്, പ്രതികരിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട്. പോലീസും ഫയർഫോഴ്സും അതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ട്. അതുകൊണ്ട് വലിയ അപകടം ഇവിടുന്ന് ഒഴിവാകാൻ കാരണം കുറെ ആളുകളെ മാറ്റി താമസിപ്പിച്ചിരുന്നു. അതിൽ ഒരു 4 കുടുംബമാണ് അവിടുന്ന് മാറി താമസിക്കാതെ ഇരുന്നത്. അതില് 3 കുടുംബമാണ് ഇപ്പോൾ ഈ മണ്ണിനടിപ്പറ്റുള്ള 2. ബാക്കിയുള്ളവരെയൊക്കെ വലിച്ചു മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി 2 പേരെയാണ് മണ്ണിന്റെ അടിയിൽ നിലവിൽ കിടക്കുന്നത്. ഈ 2 പേർ ആരാണ്? അവരുടെ പേരുവിവരങ്ങൾ ലഭ്യമാണ്? പേരുവിവരം കിട്ടിയിട്ടില്ല. അവരുടെ വീട്ടുപേര് നെടുവേലി കുഴിവേലിയിൽ നിന്നാണ് വീട്ടുപേര്. അതെ, ഈ 2 പേർ മാത്രമായിരുന്നോ വീട്ടിൽ താമസം ഉണ്ടായിരുന്നത്? അവര് 3 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ വിവരങ്ങൾ കിട്ടി, 2 പേരുടെ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഇനിയും ഇപ്പൊ അവിടെ തിരങ്ങാൻ അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. ഭയങ്കരമായ മണ്ണിടിഞ്ഞ് വന്ന് നിൽക്കുവാണ്. ഡോക്ടേഴ്സും മറ്റ് എല്ലാം വലിയ റിസ്കോട് കൂടി അവിടെ ചേർന്നുകൊണ്ടിരിക്കുവാണ്, അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ്. ഈ മല പൂർണ്ണമായി ഇടിഞ്ഞു എന്നുള്ളതാണോ മനസ്സിലാക്കുന്നത്, അതോ അപകടാവസ്ഥയുണ്ടോ? മല എന്ന് പറഞ്ഞാൽ അവിടെ ഇതെന്ന് വെച്ചാൽ മണ്ണെടുത്ത് വന്നപ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ ഫില്ലറേഷൻ ചെയ്ത് കൊടുത്തിന്നാണ് ഈ സാധനം പോന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതകൾ മുൻകരുതൽ കണ്ടുകൊണ്ട് റവന്യൂ വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ഇന്ന് അവിടുന്ന് ആളുകളെല്ലാം നമ്മുടെ താലൂക്ക് ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് ഇത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ശരി, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? KM ഷാജി പൊതുപ്രവർത്തകനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. തീർച്ചയായും പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു മല തന്നെ ഇടിഞ്ഞു വീണ് ഒരു വീടിന് മുകളിൽ പതിച്ചിരിക്കുന്നു. 3 വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ 2 വീട്ടിലെ ആളുകളെ രക്ഷപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ഷാജി 24-നോട് പങ്കുവച്ച വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.